The Lord. Praise the Lord. Hallelujah. 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 കർത്താവിന്റെ വലിയ കരുണയെ ഞാൻ ഓർക്കുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ശാന്തമായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ വലിയ കരുണയാണ് നമ്മളിവിടെ ആയിരിക്കാൻ ഇടയാക്കിയത്. ഈ നിമിഷം ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അപകട മരണങ്ങൾ, കൊലപാതകം, ആത്മഹത്യ, ICUവിൽ അങ്ങനെ കിടന്ന ഈ ലോകത്ത് നിന്ന് താൽക്കാലികമായി ഈ ലോകത്ത് നിന്ന് അനേകം വ്യക്തികൾ വിട പറഞ്ഞു പോകുമ്പോൾ ദൈവം ഈ നിമിഷം കൂടി, ഈ ദിവസം കൂടി നമുക്ക് തന്നതിനെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെ ബന്ധുക്കള് ICUവിലുണ്ട്. ഞാൻ ഓർക്കുന്നു, കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഈശോയെ ഈ മക്കളോട് ഞാൻ പങ്കുവെക്കുന്നു. കർത്താവെ, അങ്ങ് മഹത്വപ്പെടണം. കർത്താവെ, അങ്ങ് മഹത്വപ്പെടണം. പ്രിയപ്പെട്ട വിൽസൺ ബ്രദർ എന്നോട് ശുശ്രൂഷ ഏൽക്കാമെന്ന് പറയുമ്പോൾ എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റൽ ICUവിൽ മരണകരമായ സാഹചര്യത്തിൽ അത്യാസന്ന നിലയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഒരു വാക്കുമൂളി ഞാൻ ചെയ്യാം. പക്ഷെ ആ നിമിഷം തന്നെ എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. ഈ ദിവസം എൻ്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞെങ്കിൽ എനിക്ക് വാക്ക് പാലിക്കാൻ സാധിക്കുമോ? പക്ഷേ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. എൻ്റെ ആ കർത്താവ് കരുണയുള്ളവനാണ്. എൻ്റെ കർത്താവ് അചഞ്ചലാണ്. സർവത്തിന്റെ അധിപനാണ്. മരണത്തിന്റെയും ജീവന്റെയും അധിപനാണ്. കർത്താവ് ഏകരക്ഷകനും നാഥനുമാണ്. ജീവന്റെ ഉടമയാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനോ അത് സമൃദ്ധമായി നൽകുവാനുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് കരുണ ചൊരിഞ്ഞു. ഇന്നലെ എൻ്റെ അമ്മ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറി. ഏത് നിമിഷവും വീണ്ടും ICUവിലേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. പക്ഷേ കർത്താവ് വലിയ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഇന്ന് ഈ ദാസനെ, ഈ എളിയവനെ നിങ്ങളുടെ മുമ്പിലേക്ക് നിർത്തിയിരിക്കുന്നു. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, ദിവ്യകാരുണ്യനാഥനോട് ചേർന്നുകൊണ്ട്, തിരുഹൃദയത്തിന്റെ ഈ മാസത്തിൽ വലിയ വിശ്വാസത്തോട് അകക്കണ്ണ് തുറന്നുകൊണ്ട് പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് ആശ്രയിക്കാം, വിട്ടുകൊടുക്കാം. ലോകത്തിൽ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കളെയും, ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എല്ലാത്തിനും അധിപൻ, അങ്ങ് കരുണ ചൊരിയുന്നവനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, വിശ്വസിച്ചാൽ ദൈവമാത്രം ദർശിക്കുമെന്ന് ലാസറിനെ ഏൽപ്പിച്ച കർത്താവേ, ഇന്നും അങ്ങ് ജീവിക്കുന്നു. കർത്താവേ, ഈ മക്കളിലേക്ക് കരുണ ചൊരിഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ചൊരിഞ്ഞുകൊണ്ട്, കർത്താവേ, അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ, അധരങ്ങളെ തുറക്കണമേ. അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, സൃഷ്ടാവിനെ, സൃഷ്ടിക്ക് മഹത്വപ്പെടുത്തുവാൻ വലിയ കരുണ ചൊരിയണമേ. ഹൃദയം മാംസളമുള്ളമാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, സെന്റ് ആന്റണിയെ, യൂദാ തദ്ദേവൂസേ, വിശുദ്ധ ബെനഡിക്ട് പുണ്യാളന്മേ, മിഖായേലേ, ഗബ്രിയേലേ, റഫായേലേ, ഞങ്ങളുടെ പേരിന് കാവരക്കാരായ എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ, മാലാഖ വൃന്ദങ്ങളെ, ഞങ്ങൾ ഒന്നു ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, you are the only Lord, you are the only God, you are the only mighty Lord, Son of the God. Oh Abba Father, നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഓ റൂഹായെ, 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 ഈ മക്കളിൽ അടയിരിക്കണമേ, അടയിരിക്കണമേ, എന്നിൽ വന്ന് നിന്നിടമേ. അങ്ങ് പറയാൻ ആഗ്രഹിക്കുക മാത്രം എന്നോട്, എന്നിലൂടെ സംസാരിക്കണമേ. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ.
അമ്മേ മാതാവേ, ശക്തി തരണമേ, അഭിഷേകം തരണമേ, സംരക്ഷണം തരണമേ. എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് തുറക്കപ്പെടട്ടെ എന്ന ഈ ശുശ്രൂഷ ഹൃദയം തുറക്കട്ടെ. ആത്മാവിന് ഇറങ്ങാനുള്ള എല്ലാ വലിയ കൃപകളമേ, റുഹായെ റുഹായെ എഴുന്നള്ളി വരണമേ. അങ്ങനെ ഇഷ്ടദാസിയായ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥയിൽ എഴുന്നള്ളണമേ. വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പോൾ തന്നെ മാംസം ധരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ആബാ പിതാവേ, എന്റെ പൊന്നീശോയെ, സകലമാത്വം അങ്ങ് ഏറ്റെടുക്കണമേ. അടിയനെ ചെറുതാക്കണമേ. അങ്ങ് സംസാരിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രം സംസാരിക്കുന്ന കൃപ തരണമേ. കരുണയായിരിക്കണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവർക്കും ശാന്തമായിരിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നല്ലവനായ പ്രിയപ്പെട്ട ദൈവത്തിന്റെ വലിയ കരുണയാൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശാലോമില് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു വാർത്ത ഓർക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളിയായ ഒരു വ്യക്തി അമേരിക്കയില് ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നു. ഇവിടെ നിന്ന് കുടിയേറിയ, ശരിക്കും കുടിയേറ്റക്കാരനായ ആ മകൻ അമേരിക്കയിലേക്ക് കുടിയേറി. ആ മകൻ ജോലി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. താൻ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ താമസം. പതിവ് പോലെ എല്ലാ ദിവസവും അദ്ദേഹം ഇലക്ട്രിക് ട്രെയിനിൽ, സബർബൻ ട്രെയിനിൽ യാത്ര തുടരുന്നു. അമേരിക്കയിൽ ഏകദേശം 1/4 മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാം പ്ലാൻ ചെയ്ത പോലെ വളരെ മനോഹരമായി നീങ്ങുന്നു. പക്ഷേ ഒരു ദിവസം, അന്നേ ദിവസം ആ മകൻ എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാല് സെക്കൻഡുകളുടെ വ്യത്യാസം കൊണ്ട് ഈ ട്രെയിൻ നഷ്ടപ്പെട്ടു. പിന്നെ ഈ ന്യൂയോർക്കിലേക്ക് ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ട്രെയിനില്ല. നിരാശനായി അദ്ദേഹം മടങ്ങി. ആവശ്യമില്ലാത്ത കാലത്ത് കൊണ്ട് അമേരിക്കയില് ലീവിന് വളരെയധികം വിലയുണ്ട്. മാത്രമല്ല ഓവർ ടൈം എല്ലാം കിട്ടുന്ന സ്ഥാപനങ്ങളാണത്. ഒത്തിരി മനോവിഷമത്തോടും വിഷണ്ണതയോടുകൂടി ആ മകൻ തിരിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് തിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ കൂട്ടുകാരുമായി വർത്താനം പറഞ്ഞു. എന്തായാലും സമയം ഇങ്ങനെ പോകുകയല്ലേ എന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിസിറ്റിംഗ് റൂമിൽ വെച്ച് അദ്ദേഹം ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടു. ന്യൂസ് ഇതായിരുന്നു: അമേരിക്കയിലെ ഏറ്റവും ബൃഹത്തായ ലോകത്തിന്റെ വാണിജ്യ കേന്ദ്രമായ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരരായ തീവ്രവാദികൾ 2 വിമാനങ്ങളുമായി, മുഴുവൻ ഇന്ധനം നിറച്ച വിമാനമായി ഇടിച്ചു കയറി ആ കെട്ടിടത്തിന്റെ ഏകദേശം 13 നിലകളോളം തകർന്നു വീണു. അനേകം വ്യക്തികൾ മരിച്ചുപോയി. ഒരു ഞെട്ടലോടുകൂടി ആ മകൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ മകൻ ദൈവത്തെ മനസ്സിൽ സ്തുതിച്ചു, ഞെട്ടലോടുകൂടി. കാരണം ആ മകൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ചാരമായി വെണ്ണീരായി ചാരകൂമ്പാരമായി വേൾഡ് ട്രേഡ് സെന്ററിലായിരുന്നു ആ മകൻ ജോലി ചെയ്തിരുന്നത്. അന്ന് ആ മകൻ എത്തിച്ചേരാൻ സാധിച്ചില്ല. സാധിച്ചെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ഇല്ല മകൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കും. റോമ 8:28. ഇതാണ് മലയാളിയായ അമേരിക്കയിലേക്ക് കുടിയേറ്റ ആ മകന്റെ ജീവിതത്തിൽ അനുഭവിച്ച, അല്ലെങ്കിൽ മാംസം ധരിച്ച വചനം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരാശരാകുന്ന സമയത്ത്, നമ്മൾ നഷ്ടധൈര്യരാകുന്ന സമയത്ത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാൽ നമ്മളെ വീണ്ടെടുക്കുന്നു.
ഒരുപക്ഷെ മനുഷ്യന്റെ നശ്വരമായ പദ്ധതി പരാജയപ്പെടാം. പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. വീണ്ടും ഈ വചനം പറയുന്നു, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും 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 നന്മയ്ക്കായി പരിണമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തോട് ഒരു ഇണവചനം ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ജെറമിയ 29:11. പ്രിയപ്പെട്ടവനെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനായ മികച്ച പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് ഒരു പദ്ധതി എനിക്കുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനായ, നിന്റെ പരിപൂർണ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഈ 2 വചനങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. കുറച്ച് നിമിഷം മുമ്പിൽ എന്റെ സഹോദരൻ എന്റെ കണക്കുകൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് മനോഹരമായി സ്തുതി ആരാധന നടത്തിയപ്പോൾ ദൈവത്തിന്റെ ആ വചനത്തിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നിന്റെ മേന്മയ്ക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മിനിയാന്ന് ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായി, അതുപോലെ 4.5 വയസ്സുള്ള എൻ്റെ മകളുമായും 2 മക്കളുമായി ഞാൻ മലാപ്പറമ്പ് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയാണ്. ചില അമ്മയ്ക്ക് അസുഖമായ കാരണത്താൽ വാഹനം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ രാത്രിയാണ് ട്രെയിനിൽ തിരിച്ചെത്തിയത്. സ്കൂളിലേക്ക് പോകുക എന്നത്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക എന്നത് വളരെ ശ്രമകരമായ പദ്ധതിയാണ്. കാരണം ഞാൻ ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു 1.5-2 കിലോമീറ്ററോളം അകലെയാണ്. അതിനുശേഷം ബസ് കയറി വീണ്ടും സ്കൂളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന KSRTC മാവൂർ റോഡ് ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് സ്കൂളിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും 1.5-2 കിലോമീറ്റർ വേണം. ഞാൻ നേരത്തെ തന്നെ പുറപ്പെട്ടു, മക്കളെയും കൊണ്ട് പുറപ്പെട്ടു. ദൈവത്തിന്റെ കരുണയാല് മഴയില്ലാത്ത കൊണ്ട് 2 വീലറില് മലാപ്പറമ്പ് ജംഗ്ഷൻ വരെ എത്തി. അങ്ങനെ എത്തി 2 വീലർ പാർക്ക് ചെയ്തു. എന്റെ മകനെ വാഹനം ഞാൻ തിരിച്ചു കൊടുക്കുന്ന 1 സെക്കൻഡ് വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റ് വ്യത്യാസത്തിൽ ഞങ്ങൾ വിചാരിച്ച ബസ് നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഒരു നിമിഷം എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. ആ ബസ്സിൽ പോവുകയാണെങ്കിൽ സമയത്തിന് സ്കൂളിലെത്താം. പ്രത്യേകിച്ച് പെൺകുട്ടിയായിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന മകൾ എപ്പോഴും വേദനിക്കും. സമയത്തിന് അവിടെ എത്തണം, പ്രേയർ തുടങ്ങുന്നതിന് മുമ്പ് എത്തണം അപ്പച്ച എന്ന് പറഞ്ഞു. എന്റെ മനസ്സും ഒരു നിമിഷം ചഞ്ചലിച്ചു. പക്ഷെ അത് പോയ ഉടനെ തന്നെ ഒരു KSRTC ബസ് വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. ആ KSRTC ബസ്സിൽ ആളില്ല, സുഖമായി കയറി. അവിടെ ഞങ്ങൾ എല്ലാവരും ഇരുന്നു. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കണ്ടക്ടർ ഏറ്റവും ഇളയ കുഞ്ഞിന് ടിക്കറ്റ് പോലും വാങ്ങിയില്ല. അങ്ങനെ സൗകര്യപ്രദമായി സുഖമായ രീതിയിൽ സഞ്ചരിച്ച് മാവൂർ റോഡ് ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ചു വന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, എന്റെ പദ്ധതിയായിരുന്നു സെയ്ക്കോ എന്ന ബസ്സിൽ പോകാൻ, സിറ്റി ബസ്സായിട്ടുള്ള സെയ്ക്കോ എന്ന ബസ്സിൽ പോകാൻ വേണ്ടി. ആ ബസ്സിലാണെങ്കിൽ ഇടിച്ച് തിങ്ങിക്കേറി ഞെരങ്ങി എവിടെയെങ്കിലും തൂങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ്. മക്കളുടെ ബാഗുമായി നിൽക്കുമ്പോൾ അത് വളരെയധികം പ്രയാസമുണ്ടാക്കും. എങ്കിലും ഞെങ്ങി ഞെരുങ്ങി എത്താനുള്ള പരിശ്രമമാണ്. അതാ എന്റെ പ്രിയപ്പെട്ട കർത്താവ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കുമെന്ന് പറഞ്ഞ ആ വചനം മാംസം ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കർത്താവ്, ഹല്ലേലൂയ, എന്റെ പ്രിയപ്പെട്ട കർത്താവ് എനിക്കതാ സുഖമായ VIP ആയിട്ടുള്ള ഇന്നോവ പോലെയുള്ള വണ്ടി ഇറക്കിയിരിക്കുന്നു. KSRTC, പ്രിയപ്പെട്ടവരെ, KSRTC നമുക്കറിയാലോ, അത് എസ്കോർട്ട് വണ്ടി പോലെയാണ്. ആളില്ലാതെ പോകുന്ന ഒരേ ഒരു വണ്ടി, പൈലറ്റ് വണ്ടി പോകുന്ന പോലെ പോകുന്നതാണ് ആ KSRTCയിൽ എന്റെ മകൾ പോകുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ കരുതലുണ്ട്. ഇത് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എന്താണ് തിരിച്ചറിവ്? വചനത്തിൽ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. റോമ 9:6 വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. റോമ 9:6 വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല.
സഹോദരൻ പോൾ ബ്രദർ പ്രാർത്ഥിച്ചു, ഓരോ വചനവും അത് സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും സന്ധിബന്ധങ്ങളെ തകർക്കുന്ന കൂടം പോലെയാണ്. അയച്ചാൽ തിരിച്ചു വരില്ല, മാംസം ധരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആണയിട്ട് പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോയാലും, ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. കുന്നുകൾ മാറിപ്പോകാം, മലകൾ നിരപ്പാകാം, കാലങ്ങൾ കടന്നു പോകാം, മനുഷ്യൻ ഇതാ ഈയമ്പാറ്റകളെ പോലെ കടന്നു പോകാം, എന്റെ വചനത്തിന് മാറ്റമില്ല. യോഹന്നാൻ 1 ഇപ്രകാരം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം നമ്മുടെ ഇടയിൽ വസിച്ചു. ജീസസ് ദ ഓൺലി സേവിയർ, വചനം നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ വചനം ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, റോബിൻഹുഡ് എന്ന ഒരു അതിമനോഹര അതിസാഹസികനായ ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി ഇപ്രകാരമായിരുന്നു: പാവപ്പെട്ടവരിൽ രക്ഷിക്കുക, പണക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പണം പിടിച്ചു പറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക. അക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ദൈവഭക്തനായിരുന്നു. യേശുവിനെയും പിതാവിനെയും ആരാധിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, സ്തുതിച്ചിരുന്നു, മഹത്വപ്പെടുത്തിയിരുന്നു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം നായാട്ടിന് പോയി. അദ്ദേഹം വളരെ അകലെ നിന്ന് തന്നെ തന്റെ ഇരയെ കണ്ടു, അമ്പ് ചെയ്തു. ശരവേഗത്തിൽ അമ്പ് ആ ഇരയെ കൊണ്ടു. വന്യമായ വേഗത്തോടുകൂടി ആ ഇര ഓടി രക്ഷപ്പെട്ടു. രാജാവും വിട്ടില്ല, പിന്നാലെ ഓടി. അതിസാഹസികനായ രാജാവ് പിന്നാലെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മൃഗം വേദനയോടുകൂടി പിടയുന്നുണ്ട്. രാജാവ് ആ മൃഗത്തിന്റെ അടുത്തെത്തി. പെട്ടെന്ന് ആ മരണവെപ്രാളത്തിൽ രാജാവിന്റെ പാദങ്ങളിലേക്ക് മരണവെപ്രാളത്തോടുകൂടി ആ മൃഗൻ അള്ളിപ്പിടിച്ചു. രാജാവ് തന്റെ സകല ശക്തിയും എടുത്ത് കുടഞ്ഞെങ്കിലും ഈ ജീവി അതിവേദനയോടുകൂടി കുറുമാജിയുടെ തന്റെ ദംശങ്ങള്, ആ പല്ലുകൾ ആഴത്തിൽ രാജാവിന്റെ കാൽപ്പത്തികൾ അമർത്തി. അവസാനം രാജാവ് ഈ അമ്പും അതുപോലെ തന്റെ അരയിലുള്ള വാളും എടുത്ത് ആ മൃഗത്തിനെ കൊന്നെങ്കിലും കൂടി രാജാവിന് ഒരു വിരൽ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതിവിഷണ്ണനായി അതിവിഷമത്തോടുകൂടി ഒത്തിരിയധികം ദുഃഖഭാരത്തോടുകൂടി രാജാവ് നിരാശനായി തിരിച്ചു വന്നു. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു, നിന്നെ എപ്പോഴും ഞാൻ സ്തുതിക്കുന്നു, ആരാധിച്ചിരുന്നു, നിന്നെ മഹത്വപ്പെടുത്തിയിരുന്നു. നിന്നിൽ ആശ്രയിച്ചവൻ ആരും നിരാശരായിട്ടില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ ആരും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന വചനമെല്ലാം ഈ മകന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. പക്ഷേ ഒത്തിരി നിരാശയോടുകൂടി ഒത്തിരി വിഷമത്തോടുകൂടി രാജാവ് തിരിച്ചു വന്നു. എന്റെ കർത്താവേ, അങ്ങ് എന്നെ കൈവിട്ടല്ലോ. വർഷങ്ങൾ കടന്നുപോയി. രാജാവ് പതിപോലെ നായാട്ടിനൊക്കെ പോയി. ഒരു ദിവസം നായാട്ടിന് പോയി. അദ്ദേഹം തന്റെ അനുചരന്മാരുമായി നായാട്ടിന് പോയി. അദ്ദേഹം മുന്നേറി ഒറ്റപ്പെട്ടു പോയി. ഇതാ പെട്ടെന്ന് ഇരുട്ടായി. അദ്ദേഹം തന്റെ കയ്യിലുള്ള വിളക്കുമായി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നൊരു വല വന്ന് അദ്ദേഹത്തിനെ മൂടി. പിന്നെ അന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. പിന്നെ നോക്കുമ്പോൾ വളരെ പ്രാകൃതരായ ഗോത്രവർഗക്കാരുടെ പിടിയിലാണ് രാജാവ് തന്നാലാകുന്നതെല്ലാം തന്നെ പരിശ്രമിച്ചു. ഞാൻ രാജാവാണ്. പക്ഷെ ഗോത്രവർഗക്കാരുടെ നേതാവിനോ അവർക്കോ രാജാവിന്റെ ഭാഷ മനസ്സിലായില്ല. അവരൊരു വിദേശിയായിട്ടുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജാവിന്റെ മഹത്വമോ രാജാവിന്റെ പദവിയോ മനസ്സിലാക്കാതെ അദ്ദേഹത്തിനെ തുറുങ്കിലടച്ചു. ജനമെല്ലാം അന്വേഷിച്ചു. പക്ഷെ കൊടുങ്കാട്ടിലായതിനാൽ ഒരു പിടിയും ലഭിച്ചില്ല. രാജാവ് അവിടെ നിരാശനായി നിൽക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ പാതി വിശ്വാസത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്
സുഭിക്ഷമായ ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു. സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാറുണ്ട്. രാജാവ് അത്ഭുതപ്പെട്ടു. അവരെ എന്നെ സ്വതന്ത്രനാക്കി വിട്ടില്ല, എങ്കിലും സുഭിക്ഷമായ ഭക്ഷണം തരുന്നു. ഒരു ദിവസം രാവിലെ രാജാവിനെ കുളിപ്പിച്ചു മനോഹരമായ വേഷവിധാനങ്ങൾ അറിയിച്ചു രാജാവിനെ കൊണ്ടുവന്നു. അപ്പോൾ രാജാവിന്റെ മനസ്സ് ഇപ്രകാരം കരുതി, അവരെന്നെ ബഹുമാനിക്കുന്നു, അവരെന്നെ തിരിച്ചറിയിക്കുന്നു, എന്നെ സ്വതന്ത്രനാക്കും. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈകൾ രണ്ടും പിന്നിൽ ബന്ധിച്ചു അവിടെ അടുക്കി വെച്ച യാഗപീഠത്തിൽ അദ്ദേഹത്തിനെ കിടത്തി. അതുപോലെ അവിടെ പുരോഹിതന്മാർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. രാജാവിന്റെ എല്ലാ പ്രജ്ഞയറ്റു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇതാ എന്റെ അന്ത്യം എന്ന് പറഞ്ഞു. അത് തീർച്ചയായും അനേകം വ്യക്തികളുണ്ട്, അനേകം അവിടെയുള്ള ഗോത്രവർക്കാരും നേതാക്കന്മാരും അവിടെ ചെണ്ടകൊട്ടും ബാൻഡുമേളവും വളരെ ആഘോഷമായ നൃത്തങ്ങളെല്ലാം നടക്കുമ്പോൾ രാജാവ് നിരാശനായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വളരെ നിരാശനായി. ആ സമയത്ത് മന്ത്രവാദിയായ പൂജാരിയായ വ്യക്തി രാജാവിന്റെ ശരീരത്തിലെ ചില വസ്തുക്കൾ കൊണ്ട്, ചൂല് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ഒഴിയാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം നിന്നുപോയി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നിന്നപ്പോൾ ആ ഗോത്രവർഗ തലവന് പന്തികേട് കണ്ടു. ഈ അദ്ദേഹത്തിന് ഈ പൂജാരി ക്ഷോഭിച്ച് ഉറഞ്ഞു തുള്ളി. കാര്യം അറിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, എന്തു പറ്റി, എന്താണ് സംഭവം? പൂജാരി രാജാവിന്റെ ചെവിയിൽ മന്ത്രിച്ചു. ഉടനെ രാജാവ് കോപത്തോടുകൂടി ഈ ഗോത്രത്തലവൻ കോപത്തോടുകൂടി അനിരഞ്ജൻപാട് കൽപ്പിച്ചു, ഈ മകനെ കെട്ടഴിച്ച് തുറന്നു വിടുക, അതുപോലെ ചാട്ടവാറോട് അടിക്കുക എന്ന്. എന്നിട്ട് സ്വതന്ത്രനാക്കി വിടാൻ അദ്ദേഹത്തിനെ കൽപ്പിക്കുകയും ചെയ്തു. രാജാവ് വിഷണ്ണനായി, എങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞു രാജാവ് പൂർണ്ണനല്ലായിരുന്നു. തന്റെ നഷ്ടപ്പെട്ട പെരുവിരൽ കാരണം ആ പൂജ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആ നിരാശയായിരുന്നു പൂജാരിക്ക്. പ്രിയപ്പെട്ടവരെ, പൂജാരിക്ക് പൂർണ്ണനായ എല്ലാ അവയവങ്ങളുള്ള പരിപൂർണനായ ഒരു മനുഷ്യനെയാണ് ബലിയർപ്പിക്കേണ്ടത്. പക്ഷേ രാജാവിന്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം വികലാംഗനാണ്, പരിപൂർണനല്ല. വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നമ്മൾ വിശ്വസിക്കണം. യെസ്, വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം? ഹെബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നും കാണപ്പെടാത്തത് ഉണ്ടുമെന്നും എന്നതാണ് വിശ്വാസം. ഈ വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുവാൻ സാധിക്കുന്നു. വിശ്വസിച്ചവന് എന്തും ലഭിക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം പറയുന്നു 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, എന്റെ മൊബൈൽ വൈബ്രേറ്ററിൽ ഞാൻ ആക്കിയിരിക്കുമ്പോൾ, എന്തും എന്റെ അമ്മയ്ക്ക് സംഭവിക്കാം. ഐസിയുലേക്ക് മാറ്റാം. അനേകം കോളുകൾ വരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ്. എന്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ വചനം മാംസം ധരിച്ചു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, മാതാവേ, അമ്മ ഇടപെടും. ഇതാ ഇപ്പോൾ എന്റെ അമ്മ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് കൂടെയുണ്ട്. അവന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ശാന്തനായി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ്. കർത്താവിന്റെ പദ്ധതികളിലേക്ക് നമ്മൾ കാതോർക്കണം. എല്ലാം ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എന്താണ് ഈ റോമ 8:28 ഏറ്റവും വലിയ മികച്ചത്? കർത്താവ് ശാന്തമായ ഹൃദയം നമുക്ക് നൽകും. കർത്താവ് നമുക്ക് ശാന്തമായ ഹൃദയം നൽകും.
വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോരുവാൻ സാധിക്കും. എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളും ഉണ്ടായിക്കോട്ടെ, അവസാനം ഉത്ഥാനമുണ്ട്. പീഡാസഹനവും കുരിശുമരണവും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതത്തിൽ പീഡാസഹനവും കുരിശുമരണവും ഉണ്ട്. പക്ഷേ മഹത്വത്തിന്റെ ഉത്ഥാനം അതിനു വേണ്ടി കാത്തിരിക്കണം. മഹത്വത്തിന്റെ ഉത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കണം. അതെ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി. 1 പത്രോസ് 1:6 മുതലുള്ള വചനങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്. കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. നിന്റെ സകല ഉത്കണ്ഠകളും കർത്താവിൽ അർപ്പിക്കുക. കുറച്ചു നാളത്തെ സഹനത്തിന് ശേഷം ദൈവം നിന്നെ ഉയർത്തും. കുറച്ചു നാളത്തെ സഹനത്തിന് ശേഷം ദൈവം നിന്നെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്ത സുഹൃത്താണ് ഈ സ്തുതി ആരാധന നടത്തിയത്. ആ മകനും ഞാനുമായി വിൻസെന്റ് പോളില് ഒരേ തോളോട് തോളിരുന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ വലിയ അഭിഷേകം ആ മകനുണ്ട്. ശുശ്രൂഷ ഇതാണ് എന്നെല്ലാം ആ മകന് തിരിച്ചറിവുണ്ട്. ഒത്തിരി കരുണയുള്ള ഹൃദയമാണ് ആ മകന്റെ. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളോടും ഒത്തിരി കരുണ കാണിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അനേകം വ്യക്തികളുടെ കയ്യിൽ നിന്ന് നിന്ദനങ്ങളും ഏൽക്കാറുണ്ട്. പക്ഷേ ആ മകന്റെ സമയം, ശുശ്രൂഷയുടെ സമയം ഇപ്പോഴായിരുന്നു. ഈ കഴിഞ്ഞ കാലത്തൊന്നും അദ്ദേഹം ഈ ശുശ്രൂഷയ്ക്ക് ഇടപെട്ടില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാതോർത്തു. കർത്താവിന്റെ തക്ക സമയത്തിന് വേണ്ടി കാതോർത്തു. ആ മകൻ ശുശ്രൂഷയിൽ നിറഞ്ഞു തിളങ്ങി എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇതാ നമ്മുടെ ചിന്തകൾക്ക് അതീതമായ മനോഹരമായ ശുശ്രൂഷ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും ചെയ്യാൻ ആ മകന് സാധിച്ചു. അതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വിളിക്കപ്പെട്ടവരാണ്. എന്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവോ മിടുക്കോ നിങ്ങളുടെ പ്ലാനിങ്ങോ അല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കും. സകലതും നന്മയ്ക്കായി ഭവിക്കും. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, പ്രത്യുത ഞാനാണ് തിരഞ്ഞെടുത്തത്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, പ്രത്യുത ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരിച്ചറിവ് വേണം, ആ വിശ്വാസം വേണം. വിശ്വാസമല്ലേ എല്ലാം, വിശ്വാസമല്ലേ എല്ലാം, വിശ്വാസമല്ലേ എല്ലാം. ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വലിയ കരുണയ്ക്ക്, വലിയ കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കണം. അതോടൊപ്പം ദൈവത്തിന്റെ ഓരോ പദ്ധതിയും, എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവ് നമ്മളെ താങ്ങും, അത്ഭുതകരമായ രീതിയിൽ താങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു ബുദ്ധിക്കല്ല കർത്താവിന്റെ പദ്ധതി. ഒരിക്കൽ വിശുദ്ധ അഗസ്തീനോസ് സമുദ്രതീരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, നിഷ്കളങ്കമായ കുഞ്ഞ്, ഒരു കക്ക എടുത്തുകൊണ്ട് ആ ഇതെടുത്ത് നമ്മുടെ ഷെല്ല് കക്ക എടുത്തുകൊണ്ട് ആ കക്ക കൊണ്ട് കടലിലെ വെള്ളം പതുക്കെ പതുക്കെ എടുത്ത് വറ്റിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഹൃദയത്തിൽ പെട്ടെന്ന് ആദ്യം തന്നെ അഗസ്തീനോസിന് ഇത് കണ്ടപ്പോൾ പുഞ്ചിരി തോന്നി. അതുപോലെ പറഞ്ഞു, എത്ര നിഷ്കളങ്കമായ കാര്യമാണ്. നമ്മുടെ ചാണ്ടിയച്ഛനെ പോലെ ഒത്തിരി നിഷ്കളങ്കമായിട്ടത് തുള്ളിച്ചാടുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒത്തിരി സ്നേഹത്തോടു കൂടി ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകുമെങ്കിൽ സ്വർഗരാജ്യത്തിന് പ്രവേശനമുണ്ട്. ആ നിഷ്കളങ്കത, ലാളിത്യം, ആ ലാളിത്യമാണ്. ആ ശിശു അത്ര നിഷ്കളങ്കതയോടുകൂടി ഈ കടലിലെ വെള്ളം വറ്റിക്കാൻ നോക്കിയപ്പോൾ ആദ്യം അഗസ്തീനോസിന്, വിശുദ്ധ അഗസ്റ്റിന് തമാശയും ചിരിയും വന്നു. പിന്നീട് വലിയൊരു ഉൾക്കാഴ്ച ഉണ്ടായി. തന്റെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വന്നു. കാരണം ഇതല്ലേ ഞാനും ചെയ്യുന്നത്. എന്റെ ബുദ്ധിയിൽ അനുസരിച്ചുകൊണ്ട്, എന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യവും പ്ലാൻ ചെയ്യുന്നു. ദൈവത്തിന്റെ പ്ലാനാണ് ഏറ്റവും വലുത്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ പദ്ധതികൾ പണിയുന്നു, അന്തിമമായ വിധി കർത്താവിൻ്റെതാണ്. മനുഷ്യൻ പദ്ധതികൾ പണിയുന്നു, അന്തിമമായ വിധി
കർത്താവിൻ്റെതാണ്. സങ്കീർത്തനം 127 ഇപ്രകാരം പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ അധ്വാനം വ്യർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയിലനുസരിച്ച് നമ്മൾ ഭവനം പണിയാൻ സാധിക്കുമ്പോൾ എത്രയോ പണമുണ്ട്, മറ്റു സൗകര്യങ്ങളുണ്ട്. പക്ഷേ പല കാര്യങ്ങളും കണ്ട് വലിയ വലിയ വീടുകള് പണി പൂർത്തിയാകാതെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ എൻ്റെ മലാപ്പറമ്പിൽ തന്നെ ഒരു ഭവനം ഞാൻ ആലോചിക്കുകയാണ്. വലിയ കോടികളുള്ള ഒരു ഭവനം. ആ ഭവനം പണി തീർത്തു. ആ ഭവനം വേറൊരാളിൽ നിന്ന് വാങ്ങി. പക്ഷെ ആ ഭവനത്തിൽ താമസിക്കാൻ ഗൃഹനാഥനും കുടുംബത്തിനും സാധിച്ചില്ല. അവർ അപകടമരണത്തിൽ തൻ്റെ മകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും കർത്താവ് തൻ്റെ ദാസന്മാർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. അതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, അടിവരയിടുന്നു, ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ ആത്മാവോടുകൂടി, സർവശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം. ദൈവം പറയുന്ന രണ്ടാമത്തെ കൽപ്പന ഇതാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ സഹോദരനോ നിന്റെ സഹോദരിയോ നിന്റെ അയൽവാസിയോടോ നീ കരുണ കാണിക്കാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പൊളിയാണ്, കള്ളമാണ്, പച്ചക്കള്ളമാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവന്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്താൽ ദൈവം സകലതും നന്മയ്ക്കായി പരിണമിക്കും. സകലതും നന്മയ്ക്കായി പരിണമിക്കും. പ്രിയപ്പെട്ടവരെ, അനേകരുടെ ജീവിതത്തിൽ അപ്രകാരം ഉണ്ടായിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട വ്യക്തികള്, അതുപോലെ മറ്റു പല ശുശ്രൂഷകളും നഷ്ടപ്പെട്ട വ്യക്തികള്, പിന്നെ ആ മകനെ ദൈവത്തിന്റെ പദ്ധതിക്ക് താഴ്മയോടെ നിൽക്കുമ്പോൾ അവനെ അതിന്റെ ഇരട്ടിയായി ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കേരളമെങ്ങോളം അതുപോലെ ഭാരതത്തിലും വിദേശങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന എൽവീസ് കോട്ടൂരന്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ മകൻ നേരത്തെ സെന്റ് ലോറൻസിനെ പോലെ, സെന്റ് ലോറൻസ് കഞ്ഞി വിളമ്പുന്ന ആ ഒരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആ മകനെയാണ് ഞാൻ ഓർത്തത്. സെന്റ് ലോറൻസിനെ പോലെ ജീസസ് യൂത്തിന്റെ പ്രോഗ്രാമിൽ ഈ മകനെ കഞ്ഞി വിളമ്പാനും മാത്രമാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്നത്. പിന്നെ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന സമയത്ത് ഒരു കോറസ് ആയിട്ട് ആളുകളുടെ കൂടെ നിൽക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ആ മകനെ പടിപടിയായി ഉയർത്തി. അങ്ങനെ ആ മകൻ കേരളത്തില് ഏറ്റവും പ്രസിദ്ധമായ ഒരു കാർ വിൽപ്പന ശാലയിലെത്തി, ഏജൻസിയിലെത്തി. മിറ്റ്സുബിഷി ലാൻസർ കാർ വിൽക്കുന്ന അവിടെ എത്തി അദ്ദേഹം ആ ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്ത് ആ ഏജൻസി, ആ ഡിപ്പോ അല്ലെങ്കിൽ ആ വാഹന ഏജൻസി വളരെ മോശമായ ബിസിനസ്സാണ് ചെയ്തത്. ആ മകൻ വന്ന ഉടനെ തന്നെ ആ മകൻ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ജോലിക്കാരെല്ലാവരും കൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ജോലിക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ മൂവാറ്റുപുഴയിലാണെന്ന് തോന്നുന്നു, ആ ഭാഗത്ത്, എറണാകുളം ഭാഗത്ത് ഈ ഏജൻസിയിൽ അതിന്റെ ഉടമസ്ഥ സമ്മതിച്ചു. ഷാലോമിനുള്ള പോലെ അല്ലെങ്കിൽ മറ്റു ശുശ്രൂഷകളുള്ള ജോലിക്കാരുടെ ജോലി സമയത്ത് തന്നെ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പടിപടിയായി അവർ ഉയർന്നു. അങ്ങനെ ലാൻസർ കാറിന്റെ ഏറ്റവും മികച്ച ഏജൻസിയായി, ഓതറൈസ് ഡീലറായി അവരെ ഉയർത്തി. അതിന്റെ ഉടമസ്ഥൻ ഈ വളർച്ച കണ്ട് ഓരോ ശുശ്രൂഷയിലും പോയി സാക്ഷ്യം പറയും. എൽവിസ് കോട്ടൂരാൻ ആ സ്ഥാപനം നോക്കി നടക്കുന്നു. അതോടൊപ്പം സുവിശേഷ വേലയും പതുക്കെ ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞുപോയി. ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന് പ്രായമായപ്പോൾ തന്റെ മക്കളുടെ അടുത്തേക്ക് ഈ ഭരണ ചുമതല കൊടുത്തു. മക്കള് പറഞ്ഞു, എല്ലാം നല്ലത് തന്നെ, നമ്മുടെ സ്ഥാപനം മികച്ചതാണ്, പക്ഷേ ആ സ്ഥാപനത്തിന്റെ സമയത്ത് നമുക്ക് പ്രാർത്ഥന വേണ്ട, ജോലി സമയത്ത് പ്രാർത്ഥന വേണ്ട, ജോലിക്കാർക്ക് ജോലി സമയം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന നൽകാം.
പ്രാർത്ഥന ആവാം, അതിന് വിരോധമില്ല. ജോലിയുടെ സമയത്ത് പ്രാർത്ഥന കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒത്തിരി അസൗകര്യം ഉണ്ടാവും. വളരെ അകലയിൽ നിന്നും വളരെ ദൂരത്തിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടിട്ടുമാണ് വന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രാർത്ഥന വേണ്ട. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എതിരല്ല, ചാച്ചനെ പോലെ ഞങ്ങളും പ്രാർത്ഥനയ്ക്ക് അനുകൂലമാണ്. പക്ഷേ ജോലി സമയത്ത് വേണ്ട. എൽവീസ് ദൈവത്തിന്റെ ദാസൻ കട്ടായം പിടിച്ചു, ഇല്ല, പ്രാർത്ഥിക്കണമെങ്കിൽ ഈ തൊഴിലാളികളുടെ ജോലി സമയത്ത് തന്നെ കർത്താവിന്റെ ദശാംശം കൊടുക്കുന്ന പോലെ ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം എന്ന് എൽവീസ് കട്ടായം പറഞ്ഞു. ഇല്ല, മാനേജ്മെന്റില് അവരും പറഞ്ഞു. 2 ധ്രുവങ്ങളിൽ അവസാനം എൽവീസ് മനസ്സോടുകൂടി ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി രാജിവെച്ചു. അന്ന് എൽവീസിന് ഏകദേശം 50,000 രൂപ ശമ്പളമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ്. ലാൻഡ്ഷർ കാറുണ്ട്, അതുപോലെ എല്ലാവിധ സ്ഥാനമാനങ്ങളുണ്ട്. ആ മകന് 5 മക്കൾ ആ സമയത്തുണ്ട്. എൽവീസ് ആണെങ്കിൽ വിവാഹം കഴിച്ചത് വളരെ പ്രഗത്ഭനായ ഒരു വക്കീലിന്റെ മകളെയാണ്. ആ മകള് വളരെ ജീവിത സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു മകളാണ്. എൽവീസ് നിരാശനായില്ലെങ്കിലും ആ മകൻ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നു. ഒരു ദിവസം കഴിഞ്ഞു. ഭാര്യ ചോദിച്ചു, ജോലിക്ക് പോകുന്നില്ലേ? മകൻ ഒന്നും മിണ്ടിയില്ല. 2ാമത്തെ ദിവസം പറഞ്ഞു, അവസ്ഥകൾ പറഞ്ഞു. എന്റെ ജോലി നഷ്ടപ്പെട്ടു, നമ്മുടെ കാറ് കൊടുക്കണം, നമ്മുടെ ഫ്ലാറ്റിൽ എങ്ങനെ ജീവിക്കും, ഇതെല്ലാം ഉണ്ട്. 10 പൈസ വരുമാനമില്ല. ഭാര്യ വീട്ടുകാർ വളരെ ഉയർന്നവരാണ്. ആ സമയത്ത് അവരെ ആശ്രയിക്കുന്നതും വലിയ തെറ്റാണ്. എൽവീസിന്റെ അഭിമാനവും അതുപോലെ ദൈവാശ്രയം കൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ മകൻ ഭവനം വിട്ടു വന്നപ്പോൾ തന്റെ പ്രൊഫസറും ആയിട്ടുള്ള അപ്പനെ ആശ്രയിക്കാൻ അദ്ദേഹത്തിന് മടി. കൂനിന്മേൽ കുരു പോലെ ഭാര്യ 6ാമത്തെ കുഞ്ഞിന് പ്രഗ്നന്റ് ആയിരുന്നു. ആ മകളുടെ ഉദരത്തിലുള്ള കുഞ്ഞ് എബോർഷനായി നഷ്ടപ്പെട്ടു. ശാന്തമായി നിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, ചുറ്റുമുള്ള പ്രാർത്ഥനക്കാരും അതുപോലെ മറ്റുള്ളവരും പറഞ്ഞു, എൽവീസിന് മെന്റൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അസ്വസ്ഥനാണ്, ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സൈക്കോളജി ട്രീറ്റ്മെന്റ് വേണം, അങ്ങനെയുള്ളത് ആയിരുന്നു എന്നൊക്കെയായിരുന്നു അവരുടെ വ്യാഖ്യാനം, വിധിയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ മകൻ തന്റെ ജീവിത പങ്കാളിയുമായി പങ്കുവെച്ചപ്പോൾ മകള് ജീവിത പങ്കാളിയിലൂടെ ദൈവം വെളിപ്പെടുത്തി, എൽവിസെ അല്ലെങ്കിൽ ചേട്ടാ, നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവം തന്നു, ദൈവം എടുത്തു. ജോബ് പറഞ്ഞ പോലെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞില്ല. റോമ 8:28 ആ മകന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കും. ജെറമ്യാ 29:11 കൂടെ ചേർത്ത് പറയുന്നു, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനാണ് നിന്നെ കുറിച്ചുള്ള മനോഹരമായ പദ്ധതി. എൽവീസ് ഇന്ന് ലോകത്തിലെ പ്രശസ്തരായ ആത്മായ സുവിശേഷകനാണ്. ഡോക്ടറായില്ലെങ്കിലും അനേകം ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന വ്യക്തി. എഞ്ചിനീയർ ആയില്ലെങ്കിലും എഞ്ചിനീയർമാരെ പഠിപ്പിക്കുന്ന വ്യക്തി. അൽമായന്മാരിൽ ഏറ്റവും വലിയ സുവിശേഷകനായി മാറി അങ്ങോളം ഇങ്ങോളം തിളങ്ങുന്നു. ഷാലോം ടിവിയിലും മറ്റെല്ലാ ശുശ്രൂഷകളും തിളങ്ങുന്നു. നമുക്കെല്ലാം പരിചയമുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, യാക്കോബിന്റെ നിന്നോ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും. യാക്കോബ് എഴുതിയതില് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ. ഞാൻ നിസ്സാരനും പാപിയുമാണ്, പക്ഷേ കർത്താവിന്റെ വചനങ്ങൾ, ആ വചനം ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല. റോമ 9:6 നടപ്പെട്ടെ, യേശുവിന്റെ നാമത്തിൽ മാംസം ധരിക്കട്ടെ. വിശ്വസിക്കുന്നു കർത്താവെ, ഈ നിമിഷം തന്നെ മാംസം ധരിക്കട്ടെ. സജീവവും ഊർജസ്വലവും ഉരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള സന്ധിബന്ധങ്ങളെ തകർക്കുന്ന വചനം അയക്കു കർത്താവെ. വചനത്തിലൂടെ പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ യേശു രൂപപ്പെട്ടെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവ പിതാവേ, ഈ മക്കളുടെ മേലും, ശുശ്രൂഷ കാണുന്ന മേലും, ശുശ്രൂഷ കേൾക്കുന്ന മേലും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങട്ടെ, അടയിരിക്കട്ടെ, വചനം മാംസം ധരിക്കട്ടെ.
ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, അങ്ങ് എത്ര മഹത്വമുള്ളതാണ്. അങ്ങയുടെ വചനം തിരിച്ചറിയാത്ത അവസ്ഥ ഞങ്ങൾ ഓർക്കുന്നു. അമ്മേ, മാതാവേ, വചനത്തിന്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ ഏത് പ്രശ്നങ്ങൾക്കും കർത്താവിന്റെ വചനമുണ്ട്. കർത്താവായ ദൈവം തന്റെ മഹത്വത്തിന്റെ സഭയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ ഉരുവിട്ടാല് 33 പ്രാവശ്യം ഉരുവിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ നിങ്ങളുടെ സകല കടബാധകളും യേശു നാമത്തിൽ നീങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം മാംസം ധരിക്കുന്നത് എന്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിസ്സാരനായ ഞാൻ തകർന്നു നിൽക്കുന്ന സമയത്ത് ഈ ശക്തനായ വചനം ഫിലിപ്പിയ 4:13 ഞാൻ ഉരുവിടുമ്പോൾ എന്നെ ശക്തനാക്കുന്നവര് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പൗലോസും ശീലാസും സ്തുതിച്ചപ്പോൾ കാരാഗൃഹവാതികൾ തുറക്കുന്ന പോലെ ആശുപത്രിയുടെ ഗേറ്റുകളും പാസില്ലാതെയും മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കിടക്കുന്നത് എന്നെ ഒരു VIP പോലെ, ഒരു ദൈവദാസനെ പോലെ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന പോലെ അനേകം ദൂതന്മാർ എന്നെ സഹായിക്കുന്നത് എനിക്ക് അനുഭവമായിട്ടുണ്ട്. മാംസം ധരിച്ചിട്ടുണ്ട്. ഇനിമേൽ ഞാനല്ല, എന്നിലുള്ള ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന വചനം പറഞ്ഞപ്പോൾ എന്നിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നത് അനുഭവമായിട്ടുണ്ട്. ഹല്ലേലൂയ. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ്. വിശ്വസിക്കുന്നു, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നു. ഒത്തിരി കുറവുണ്ടെങ്കിലും നമ്മുടെ കർത്താവായ ദൈവം, പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളാകുക. അതുപോലെ കരുണാവനായ ദൈവം യേശു ക്രിസ്തു, ഏക രക്ഷകനും നാഥനും, വഴിയും സത്യവും ജീവനുമായ ഈശോ, വഴിയും സത്യവും ജീവനുമായ ഈശോ എന്ന് പ്രാർത്ഥിച്ച് വണ്ടി ഓടിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ വഴി കാട്ടിത്തന്ന എന്റെ പൊന്നീശോ വചനം മാംസം ധരിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യയും മക്കളും കളിയാക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാല് ലേസും മറ്റുള്ള കാര്യങ്ങളും ഞാൻ വലിച്ചു പൊട്ടിക്കുമ്പോൾ അവര് നിസ്സാരമായിരുന്നു. പക്ഷെ എന്റെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ലജ്ജയില്ല. എന്നെ കർത്താവ് ഉയർത്തിയെങ്കിൽ ഹൃദ്രോഗിയായി ഞാൻ 2003 ഹൃദ്രോഗിയായി ഞാൻ ആശുപത്രി കിടക്കയിൽ ഏകദേശം 2.5 മാസം കിടന്നപ്പോൾ, ഒത്തിരി ഉത്കണ്ഠകളും ബലഹീനതകളും ഉണ്ടായപ്പോൾ എന്റെ കർത്താവ് എന്നെ തൊട്ടുകൊണ്ട് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനെല്ലാം മേന്മയ്ക്കാണെന്ന് എന്റെ ചെവിയിൽ ഓതിക്കൊണ്ട് അത് മാംസം ധരിച്ചു. പ്രിയപ്പെട്ടവരെ, റോമാ 8:28 മാംസം ധരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പദ്ധതി അനുസരിച്ച് എല്ലാം നടക്കുമെങ്കിൽ എന്ത് പുതുമയാണുള്ളത്, എന്ത് സസ്പെൻസാണുള്ളത്, എന്ത് മനോഹാരിതയാണുള്ളത്. ഒരു തോട്ടത്തില് ഒരേ തരം പൂക്കൾ മാത്രം ഉണ്ടാവുമെങ്കിൽ അതിന് എന്ത് ഭംഗിയാണുള്ളത്. മുല്ലയും ചെത്തിയും ജമന്തിയും റോസും അതുപോലെ മറ്റു പൂക്കളുമെല്ലാം, ഡാലിയയും സീനിയയും ഒക്കെ വരുമ്പോൾ അതിന് മനോഹാരിതയുണ്ട്. അതുപോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. ആരെനിക്ക് വേണ്ടി പോകും എന്ന് പറയുമ്പോൾ കർത്താവിനെ ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ചങ്കോട് ചേർത്തുകൊണ്ട്, എനിക്ക് സാധിക്കുന്ന പോലെ ഞാൻ പോകും കർത്താവേ, നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറയണം. കാരണം വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, പെറ്റമ്മ മറന്നാലും അവൻ നിന്നെ മറക്കയില്ല. നിന്റെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ അവൻ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ ആകുല ചിത്തനാകേണ്ട, ആയുസിന്റെ ഒരു മുഴം പോലും നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കില്ല. റോമാ 8:28 പൂർണ്ണമായും വിശ്വസിച്ച് മാംസം ധരിച്ചാൽ നിന്റെ സകല ആകുലതകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അവൻ ശക്തനാണ്, അവൻ ബലവാനാണ്, ആദിയും അന്ത്യവുമാണ്, ആൽഫയും ഒമേഗയുമാണ്. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ. 2 വചനങ്ങൾ, റോമാ 8:28, ജെറമിയ 29:11. അനുനിമിഷം ഉരുവിടാൻ വേണ്ടി നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.
കർത്താവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ആവാ പിതാവിനോട് ചോദിക്കാം. നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഏക രക്ഷകനാഥനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ വില കൊടുത്തു വാങ്ങിയ കാൽവരിയിൽ യാഗമായി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരഫലമായിട്ടുള്ള ആ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആലോചിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്തത് യൂദാസ് ആണെങ്കിൽ യൂദാസിനെ നിങ്ങൾ തള്ളിപ്പറയണ്ട. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഭവിക്കും. ആ വചനം മാംസം ധരിക്കണം, പരിശുദ്ധാത്മ ഈ തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ഹൃദയമുയർത്തി, മനമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. anoint them, anoint them, anoint them. Touch them, touch them, touch them. Holy, holy, holy. ദൈവമേ നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന, ആരാധന. കൃപ ഒഴുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ മധ്യസ്ഥം വഹിച്ചതിനെ ഓർത്ത്, ആന്റണി മധ്യസ്ഥം വഹിച്ചതിനെ ഓർത്ത് നിൽക്കുന്നു. ഇപ്പോൾ നടക്കുന്ന വിശുദ്ധ ബലിയോടും നിത്യാരോധന ചേർന്നുകൊണ്ട് സകല ജനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ അങ്ങയുടെ കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. ഓ ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഓ പ്രൈസ് ദ ലോർഡ് ജീസസ്, താങ്ക് യു.
ദൈവം